പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 14ാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. ജംഷഡ്പൂർ FC ആണ് അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. ഏതായാലും ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം തന്നെയാണ്. കാരണം പ്ലേ ഓഫ് സാധ്യതയിൽ നിലനിർത്താൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്ത ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. എന്നാൽ ജംഷഡ്പൂർ ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു പരാജയമാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈസ്റ്റ് ബംഗാളിനോടായിരുന്നു അവരുടെ പരാജയം. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ വിജയം അനിവാര്യം തന്നെയാണ്. എന്തായാലും ഇരു ടീമുകളും ആകെ എത്ര മത്സരങ്ങളാണ് ISL കളിച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ച് നോക്കാം. ഇരു ടീമുകളും തമ്മിൽ 16 മത്സരങ്ങൾ ISL കളിച്ചിട്ടുണ്ട്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് 5 വിജയങ്ങളാണ്. ജംഷഡ്പൂരിനാവട്ടെ 3 വിജയങ്ങളും അതുപോലെ തന്നെ 8 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു. എന്തായാലും ഇരു ടീമുകളും കളിച്ചിട്ടുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സമനിലയാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇരു ടീമുകളും 16 മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ പകുതി മത്സരങ്ങളും സമനിലയിലാണ് കലാശിച്ചത്. അതായത് 8 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. അതുപോലെ തന്നെ 5 മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ 3-ൽ മാത്രമാണ് ജംഷഡ്പൂരിന് വിജയിക്കാൻ സാധിച്ചത്. വിജയത്തിൻ്റെയും അതുപോലെ തന്നെ തോൽവിയുടെയും കണക്കെടുത്താൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുൻതൂക്കമുണ്ട്. അത് ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിന് മുതലെടുക്കാൻ സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും ഇത്തവണയും നോവാ സദോയി അതുപോലെ തന്നെ എഡ്രിയാൻ ലൂണ എന്നീ കോംബോയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ. എന്തായാലും അടുത്ത മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായി ജീസസ് ജിമിനസ് കളിച്ചേക്കില്ല.